അസ്ഥി സംബന്ധമായ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ സാധനങ്ങൾ പ്രത്യേക മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ ഡോക്ടറുടെ ഇടപെടലെന്ന ആക്ഷേപം. തിരുവല്ല താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സെബാസ്റ്റ്യനെതിരെ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. അതേസമയം ആരോഗ്യ ഇൻഷുറൻസ് വഴി സൗജന്യമായി സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ പുറത്തുനിന്നും വാങ്ങുകയേ മാർഗമുള്ളൂവെന്നാണ് ഡോക്ടറുടെ വിശദീകരണം. കാൽമുട്ട് സന്ധിക്ക് ശസ്ത്രക്രിയ നടത്തിയ വിശാഖ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നന്മ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയത്. 30,000 രൂപ നൽകി. ശസ്ത്രക്രിയ കഴിഞ്ഞതും 32,000 രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ സ്റ്റോർ നടത്തിപ്പുകാരെ സമീപിച്ചു. 2 ലിഗ്മെന്റുകൾക്കും ശസ്ത്രക്രിയ നടത്തിയെന്ന് പറഞ്ഞാണത്രേ അധിക തുക ആവശ്യപ്പെട്ടത്. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ള രോഗിയോടാണ് തുക ഈടാക്കിയത്. ഒരു പ്രൈവറ്റ് ഏജന്റ് വന്നിട്ട് ആദ്യം പറഞ്ഞ 30,000 രൂപ സർജറിക്കകത്തുള്ളൂ, ഒരു ലിഗമെൻ്റ് പൊട്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഇപ്പം 2 ലിഗമെൻ്റ് പൊട്ടി, 2-ന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര നേരം മുമ്പ് വന്ന ഏജൻറ്റ് വന്ന് ഭീഷണിയുടെ സ്വരത്തിലാണ് നമ്മളെ വന്ന് ഭീഷണിപ്പെടുത്തണം. എന്നിട്ട് 1,00,000 രൂപയുടെ ബില്ല് കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം ഡിസ്കൗണ്ട് ചെയ്തു. 68,000 രൂപയുടെ ബില്ലാണ് ഇപ്പോൾ കൂടെ തന്നേക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യനെതിരെ മറ്റ് ഏതാനും രോഗികളും പരാതിയുമായി രംഗത്ത് വന്നു. എൻ്റെ ഭർത്താവ് ഇവിടെ കിടക്കുന്നു, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നു. ഡോക്ടർ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ മോന് ഡോക്ടറിനോട് വിവരം പറയാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്നോടാര് പറഞ്ഞു ഇവിടെ കയറാൻ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദേഷ്യപ്പെട്ട് ഇറക്കി വിട്ടു. പിന്നെ ഡോക്ടർ വരുന്നത് ഇന്ന് ഞങ്ങൾ ഇത്രയും പരാതികളായതിന് ശേഷം മാത്രമാണ് രോഗിയെ കാണാൻ ഡോക്ടർ വന്നത്. വിഷയം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തു. നടപടി ആവശ്യപ്പെട്ട് അവർ സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ചു. ഒടുവിൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. അതേസമയം ആരോഗ്യ ഇൻഷുറൻസ് പ്രകാരം ആർക്കും ഇപ്പോൾ സഹായം ലഭിക്കുന്നില്ലെന്നും ശസ്ത്രക്രിയ മുടങ്ങാതിരിക്കണമെങ്കിൽ രോഗി സ്വന്തം നിലയിൽ പുറത്തുനിന്നും സാധനങ്ങൾ വാങ്ങി നൽകണമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ വിശദീകരിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ തനിക്കെതിരെ പ്രതിഷേധിച്ചതിനു പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങളാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.